കൃപാസന മാതാവിന് സ്തുതി. എൻ്റെ പേര് പത്മലാൽ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് ചിറങ്കീഴ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ചേച്ചി വഴി അറിഞ്ഞിട്ടാണ്. ഞാനിവിടെ വരാനായിട്ടുള്ള മെയിൻ റീസൺ തന്നെ എനിക്ക് ജോലിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും എൻ്റെ നല്ലൊരു ജീവിതം നയിക്കാനും വേണ്ടിയിട്ടും ആണ് കൃപാസന മാതാവിലോട്ട് വരാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ മാതാവിൻ്റെ വീഡിയോകൾ കാണുകയും അതിലൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഇതുപോലുള്ള ആളുകളുടെ പ്രാർത്ഥനകളും എല്ലാം മാതാവ് സാധിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കൃപാസനത്തിലോട്ട് വരികയായിരുന്നു. കൃപാസനത്തിലെത്തിയ ശേഷം എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളവർ പറഞ്ഞു, ഉടമ്പടി എടുത്താൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നടക്കും, ആഗ്രഹിച്ചതുപോലെ മാതാവ് സാധിച്ചു തരുമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി എടുക്കുകയും മാതാവിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതിലുപരി ഇവിടെ നിന്ന് പോകുമ്പോൾ തിരി, തൈലം, പിന്നെ ഉപ്പ്, കൃപാസന മാതാവിൻ്റെ ഉപ്പ്, ഇതെല്ലാം എനിക്ക് കിട്ടുമായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും സ്ഥിരമായി പ്രാർത്ഥിക്കുകയും പിന്നെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് പത്രവും ലഭിച്ചിരുന്നു. ഈ പത്രവും പിന്നെ ഈ പത്രം നമ്മുടെ ഹോസ്പിറ്റലുകളിലും പിന്നെ നമ്മുടെ പള്ളികളിലും ഞാൻ പോകുന്ന സമയത്ത് ഇത് വിതരണം ചെയ്യും. അതും മാതാവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെയും കൂടെ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടും ഞാൻ അവർക്ക് പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ പത്രം കൊടുക്കുകയും പിന്നെ എൻ്റെ പണ്ടേ കൊച്ചിലെ ആഗ്രഹമായിരുന്നു ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ എന്നാൽ കഴിയുന്നത് എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ പങ്ക് കൊടുക്കണമെന്നുള്ളത്. അത് കൃപാസന മാതാവിലൂടെ എനിക്ക് സാധിക്കുകയും ഞാൻ ഇവിടെ വീട്ടിൻ്റെ ഈ പള്ളി വീട്ടിൻ്റെ അടുത്തുള്ള വെട്ടിക്കാട് പള്ളിയുടെ അടുത്ത് ഒരു വൃദ്ധസദനം ഉണ്ടായിരുന്നു. ആ വൃദ്ധസദനത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വൈകിട്ട് അവർക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള ഫണ്ട് കൊടുക്കുകയും പറ്റുന്ന വെള്ളിയാഴ്ചകളിൽ ഫുഡ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അത് എൻ്റെ ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് ഞാൻ മനസ്സിലാക്കി. എനിക്കത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നാൽ പറ്റുന്ന ജോലികൾ ചെയ്യുകയും കിട്ടുന്ന പൈസ ശേഖരിച്ച് വെച്ച് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിലൂടെ ഞാൻ നിരന്തരം പ്രാർത്ഥനയിൽ മുഴുങ്ങി ഡെയിലി രാവിലെ 5 മണിക്ക് എനിക്ക് രാവിലെ എഴുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് മാതാവിൻ്റെ വിശ്വാസം വന്നതോടെ ഈ സാക്ഷ്യങ്ങൾ കേട്ട് ആൾക്കാർക്ക് നല്ല പോലുള്ള ജീവിതം നയിക്കുന്നത് കണ്ടിട്ടും അവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചതുകൊണ്ടും പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യവും നടക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണരുകയും ചെയ്ത് നിരന്തരം പ്രാർത്ഥിക്കുകയും എന്നാൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം പള്ളികളിൽ പോവുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് മാതാവിൽ വിശ്വാസം വന്നതോടെ അങ്ങനെ എല്ലാ പള്ളികളിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് നടന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവ് എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നിരന്തരം വന്നിട്ട് ഞാൻ വീട്ടിൽ പോയി വീണ്ടും എൻ്റെ കർമ്മകാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടണമെന്നാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എൻ്റെ വീട്ടിലെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കാര്യങ്ങളായിട്ട് അവർ രക്ഷപ്പെടാനും ഓരോരോ വഴിക്കായി. അങ്ങനെ വർഷങ്ങൾ തോറും പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ടാണ് എനിക്കിവിടെ ജോലി വേണമെന്ന് ആഗ്രഹിച്ച് മാതാവിനെ കാണാൻ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ചേച്ചി കല്യാണം കഴിച്ച ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ വിസ എടുത്ത് പോയി നോക്ക്, ചിലപ്പോൾ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസ എടുത്ത് ഗൾഫിൽ പോയ സമയത്ത് പോണതിന് മുമ്പ് മാതാവിനെ ഒന്ന് കണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ ഇങ്ങനെയാണ് ജോലിക്ക് വേണ്ടി ഞാൻ പോവുകയാണ്, മാതാവേ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാണ് പോയത്. ജോലി കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഞാൻ അത്രയ്ക്കും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഗൾഫിലെത്തിപ്പെട്ടതിന് ശേഷം
വിസിറ്റ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, എനിക്ക് താമസവും ഫുഡും കാര്യങ്ങളെല്ലാം. എന്നാലും അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1-2 ഇൻ്റർവ്യൂകൾ പോയി അറ്റൻഡ് ചെയ്തു, ഒന്നും നടന്നില്ല. പിന്നെ 1-2 എനിക്ക് പറ്റിക്കപ്പെട്ടു, പൈസ കൊടുക്കേണ്ടി വന്നു, കൊടുത്തു പറ്റിക്കപ്പെട്ടു. എന്നിട്ട് ഞാൻ കൈവിട്ടില്ല. ഞാൻ എൻ്റെ മാസം തീരുന്നു ആ സമയത്ത് വേറൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്യാൻ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല, എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അൽമറായി എമിറേറ്റ്സ് കമ്പനി എന്ന് പറയുന്ന ദുബായിലുള്ള ഡയറി കമ്പനിയിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അവിടെ ചെന്നിട്ടും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും ഉടമ്പടി തൈലം, ഉപ്പ് ഇൻ്റർവ്യൂവിന് പോണതിന് മുമ്പ് തന്നെ തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് നാക്കിൽ പുരട്ടുകയും ചെയ്ത് കഴിച്ച് മാതാവിൽ വിശ്വസിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇൻ്റർവ്യൂവിൽ എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും, പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടുമെന്നൊരു ചെറിയ വിശ്വാസത്തിലാണ് ഞാൻ പോയത്. അങ്ങനെ പോയ ഇൻ്റർവ്യൂവിന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വരുന്നു, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഒരു തുടക്കമാണ് ഈ വിശ്വാസം. എന്നിട്ട് ഞാൻ മാതാവിനോടുള്ള പ്രാർത്ഥനയൊന്നും നിർത്താതെ ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ വീണ്ടും എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് നാട്ടിൽ അയച്ചു കൊടുത്ത് അവർക്ക് ഈ വൃദ്ധസദനത്തിൽ അവർക്കുള്ള ഫുഡിനുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുമായിരുന്നു. പിന്നെ ഡെയിലി രാവിലെ 5 മണിക്ക് കഴിച്ച് പ്രാർത്ഥനയിൽ തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് നാക്കി പുരട്ടി കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സമയങ്ങളിലും എൻ്റെ മനസ്സിൽ ഈ ഓഫർ ലെറ്റർ വന്ന വിശ്വാസത്തിലും ഞാൻ കൈവിട്ടില്ല മാതാവിനെ. എനിക്ക് അടുത്ത അവർ എന്നെ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ജോലി ഇന്ന ഡേറ്റിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു ആശ്വാസമായ കാര്യം, ഞാൻ നാട്ടിൽ തന്നെ എനിക്ക് ജോലിയില്ല, ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ജോലി കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി എനിക്കൊരു സ്വപ്ന തുല്യം തന്നെയായിരുന്നു. അങ്ങനെ അവർ വിളിച്ച് ജോലി തരാമെന്ന് പറഞ്ഞു. ജോലി കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ജോലിക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത സമയത്തും മാതാവിനോടുള്ള പ്രാർത്ഥന കൂടി. കാര്യം നമ്മൾ ആഗ്രഹിച്ച് വന്ന് കാര്യം മാതാവ് സാധിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് ആ ആഗ്രഹം സാധിച്ചതിൽ മാതാവിനോട് വിശ്വാസം കൂടി, വീണ്ടും പ്രാർത്ഥന കൂടി. ഞാൻ ജോലിക്ക് പോയി. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ എനിക്ക് 12 മണിക്കും 1 മണിക്കും പോകണം. ഡയറി കമ്പനി ആയതുകൊണ്ട് വെളുപ്പിനെ എഴുതിക്കണം. പിന്നെ ഭയങ്കര പാടായിട്ട് തോന്നി. എനിക്ക് തിരിച്ച് വരണമെന്നൊക്കെ തോന്നി. ഒന്നിന് ഞാൻ മടി കൂടാതെ പിടിച്ച് നിന്നിട്ട് ജോലിക്ക് മാതാവിൽ പ്രാർത്ഥിച്ച് ഡെയിലി രാവിലെ എഴുതിക്കുമ്പോഴും പോകുന്നത് 12 മണിക്കായതുകൊണ്ട് അതിന് മുമ്പ് എഴുതിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് വൈകിട്ട് വരുന്നത് 4-5 മണിക്കാണ്. എന്നിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് നിരന്തരം പോകാനുള്ളൊരു ധൈര്യവും ശക്തിയും മാതാവ് തന്നു. എനിക്ക് അതിലൊരു പിന്നെ ഒരു ജോലിയോട് ചെയ്യാനൊരു ആത്മാർത്ഥതയും തോന്നി. അത് കഴിഞ്ഞ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു UAE ലൈസൻസ് എടുക്കണമെന്ന്. കാര്യം എൻ്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ എടുക്കുന്നതായിട്ടും അവിടെ ഇങ്ങനെ ലൈസൻസ് എടുത്താലേ ഉപയോഗം വരുള്ളൂ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ള പൈസ വെച്ചും കടം വാങ്ങിച്ചും ഞാൻ UAE ലൈസൻസ് എടുത്തു. 3 മാസം 1-1.5-2 മാസം കൊണ്ട് തന്നെ ഞാൻ ആ ലൈസൻസ് എനിക്ക് നേടിയെടുക്കാൻ പറ്റി. ആ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴും ഞാൻ മാതാവിനെ കയ്യിൽ പിടിക്കുകയും മാതാവിൻ്റെ കുരിശ് അന്ന് മുതൽ എനിക്ക് ജോലി കിട്ടിയ അന്ന് മുതൽ ഞാൻ മാതാവിനെ കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എപ്പോഴും എൻ്റെ കൈകളിൽ ഞാൻ എവിടെ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് കൃപാസന മാതാവിൻ്റെ ഉപ്പ് നഖിൽ കഴിക്കുകയും ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് അതിലൊരു വിശ്വാസമുണ്ട്. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ടെസ്റ്റിന് പോയി ലൈസൻസ് കിട്ടി. എനിക്ക് ഫസ്റ്റ് ടെസ്റ്റ് തന്നെ ലൈസൻസ് കിട്ടുകയും ചെയ്തു. ലൈസൻസ് കിട്ടി കയ്യിലിരിക്കെ നമ്മുടെ കമ്പനിയിൽ ഡ്രൈവിംഗ് ജോലിയുണ്ട്. സെയിൽസ് ഫീൽഡാണ്. അപ്പോൾ സെയിൽസ്മാൻ ആയിട്ടുള്ള വേക്കൻസി ഉണ്ട്. പക്ഷേ എൻ്റെ കമ്പനി ഡയറി കമ്പനി ആ കമ്പനി UAE തന്നെ നമ്പർ 1 കമ്പനിയാണ്. അവിടെ പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. 5-6 കൊല്ലമായിട്ട് പ്രൊമോഷൻ കിട്ടാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ലൈസൻസ് കിട്ടി. ഒരു മാസത്തിൽ തന്നെ അടുത്ത അൽമറായിയുടെ തന്നെ ലൈസൻസ് വേറെ ഉണ്ട്. ഞാൻ മാതാവിലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആ ടെസ്റ്റിന് എന്നെ വിളിച്ചു. ആ ടെസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ ഗൾഫിൽ പോയിട്ട് 4 മാസം ആവുന്നുള്ളൂ. എന്നെ അടുത്ത അൽമറായിയുടെ ലൈസൻസ് ടെസ്റ്റിന് വിളിക്കുന്നു. ഞാൻ അവിടെ ചെന്നു.
അവിടെ വീണ്ടും വണ്ടി ഓട്ടിക്കുന്നു. എനിക്ക് നാട്ടിൽ കാറ് പോയിട്ട് എനിക്ക് ഒരു വലിയ വണ്ടി ഒന്നും ഓട്ടിക്കാറുണ്ടൂടാ. അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ വരെ ഓട്ടിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. ഫസ്റ്റ് ടെസ്റ്റ് ഒരു 3 മാസത്തേക്ക് എനിക്ക് കിട്ടുന്നു. ആ 3 മാസത്തിനുള്ളിൽ അവർ പറഞ്ഞു ഈ ലൈസൻസ് വെച്ച് കുറച്ചുകൂടെ പരിശീലിച്ചിട്ട് വന്നാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസമില്ല. കാര്യം എന്നെ വണ്ടി ഓട്ടിക്കാൻ അത്രയ്ക്ക് അറിയില്ല, തെളിയൊന്നും അറിയില്ല. വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ മുഴുകി. കാര്യം മാതാവ് ഉണ്ടെങ്കിൽ എന്ത് സാധിക്കും എന്നുള്ളൊരു മനസ്സ് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ആ ഒരു ധൈര്യം വെച്ചിട്ട് പ്രാർത്ഥനയിൽ മുഴുകാൻ തുടങ്ങി. ജോലി എത്ര ഡിഫിക്കൽട്ട് ആയാലും ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, വരുമ്പോഴും പ്രാർത്ഥിക്കും. കഷ്ടപ്പെട്ട് മാതാവിനെ കൂടെ കൂട്ടി അടുത്ത 3 മാസം ടെസ്റ്റ് കഴിഞ്ഞ് അവർ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ടെസ്റ്റിന് വിളിച്ചു. 3 മാസം പറഞ്ഞിട്ട് 1 മാസം ആയപ്പോൾ തന്നെ വീണ്ടും വിളിച്ചിട്ട് അവരെന്ത് ചെയ്തു, എന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് എങ്ങനെയെന്നറിയില്ല, ഞാൻ നേരത്തെ ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് കിട്ടി. സ്പോട്ടിൽ തന്നെ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറയുന്നു നാളെ മുതൽ സെയിൽസ്മാനായിട്ട് ജോയിൻ ചെയ്തോളാൻ. കാര്യം 4 മാസം ഞാൻ ഇവിടുന്ന് പോയിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. എനിക്കവിടെ സെയിൽസ്മാനായിട്ടുള്ള ജോലി കിട്ടി. സെയിൽസ്മാൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വിത്ത് സെയിൽസ് ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്. കാര്യം അവിടെ 5, 6, 7 കൊല്ലമായിട്ട് ഓരോരുത്തർ കഷ്ടപ്പെടുന്നുണ്ട് ലൈസൻസ് എടുക്കാനും, അതിനുപരി അവർക്കവിടെ ഒരു പ്രൊമോഷൻ നേടിയെടുക്കാനും. എൻ്റെ സ്റ്റാറ്റസ് മാറി, എൻ്റെ റെപ്യൂട്ടേഷൻ മാറി. എനിക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ജോലി എന്നെ ഒരു 5 മാസം കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എൻ്റെ ഒരു കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റത്തില്ല. കാരണം അതിന് അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത്രയും വലിയ കമ്പനികളിലൊക്കെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മാതാവ് തന്നെയാണ് സത്യം പറയാലോ. ഇതിന് ഒന്നും പറയാനില്ല. എല്ലാവരും മാതാവിൽ വിശ്വസിക്കുക. നാളൊരു സമയത്ത് നിങ്ങളും ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, മറ്റന്നാൾ പ്രാർത്ഥിച്ചു, നിർത്തരുത്, തുടരുക. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. കയ്യിലുള്ള പൈസ വെച്ച് കുറച്ചൊക്കെ സഹായം ചെയ്യുക. പത്രങ്ങൾ കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ കൊടുക്കുക. മാതാവിൽ അത്രയും വിശ്വസിക്കുക. നിങ്ങൾ നാളെ ഈ സമയത്ത് ഇവിടെ വന്നിരുന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ വെക്കേഷൻ വന്നപ്പോൾ ഇത് പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി, നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. എനിക്ക് ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ വളരെ പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ സ്റ്റേജിലൊന്നും പ്രസംഗിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അറച്ചറച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ധൈര്യത്തോടെയാണ്. അത് ഈ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് എനിക്ക് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിന്ന് പ്രസംഗിക്കുന്നത്. സത്യം പറയാലോ, ഞാനാണ് പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് എല്ലാവരും പ്രാർത്ഥിക്കുക. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളെ ആഗ്രഹം സാധിച്ച് നിങ്ങളിവിടെ നിന്ന് പ്രസംഗിക്കേണ്ട ഒരു അവസരം വരും എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാത്തിനും മാതാവിനെ വിശ്വസിക്കുക. മാതാവ് നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും. താങ്ക് യു. പ്രഭാഷകൻ 34:19 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ്. പത്മലാൽ എന്ന ഈ മകൻ്റെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. വളരെ സാധാരണമായ സാഹചര്യത്തിലുള്ളത്. കൂടെയുള്ളവർക്കൊക്കെ ജോലി കിട്ടി പറന്നു പോകുമ്പോൾ തനിക്ക് ഒരു വഴിയും തുറക്കാതെ ക്ലേശിക്കുന്ന നാളുകളിലാണ് അമ്മ മാതാവിനെ തേടി മകൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത്. അമ്മയോടുള്ള സ്നേഹമാണ് മകനെ ശരിക്കും സ്വാധീനിക്കുന്നത്. മകൻ്റെ വാക്കുകളിലും ഉടമ്പടി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മകൻ എടുത്തതായിട്ടല്ല, ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മയെ സ്നേഹിക്കുകയും ചെയ്യാനാവുന്ന ശുശ്രൂഷകളൊക്കെയും സന്തോഷത്തോടെ നിർവഹിക്കുകയും പ്രാർത്ഥനയിൽ ഒരല്പം പോലും വ്യതിചലിക്കാതെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ച് കൊടുക്കുന്നതുമാണ് മകൻ സാക്ഷ്യപ്പെടുത്തിയത്. മകൻ പറയുന്നുണ്ട്, ജോലി കിട്ടിയിട്ടല്ല, ജോലി തേടിയാണ് മകൻ വിദേശത്തേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നെത്തി മകൻ്റെ പരിശ്രമങ്ങളിൽ മകൻ പോലും അത്ഭുതപ്പെടുന്ന കമ്പനികളിലാണ് മകന് ജോലി ലഭിക്കുന്നത്. അത് ക്ലേശകരമായിരുന്നുവെങ്കിലും അമ്മ മാതാവ് തന്നെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ, ഉടമ്പടി തൈലത്തിൻ്റെയും ഉടമ്പടി ഉപ്പിൻ്റെയും നിരന്തരമായ പ്രയോഗത്തിലൂടെ ആ ക്ലേശകരമായ സാഹചര്യത്തിൽ
പിടിച്ചു നിൽക്കുവാൻ മകനെ സഹായിക്കുകയും സ്ഥിരോത്സാഹത്തോടെ അധ്വാനിക്കുവാൻ മകന് കഴിവ് കൊടുക്കുകയും ഒപ്പം മകനുള്ള പൈസ സ്വരുക്കൂട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് എടുക്കുവാനായി മകൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. മകൻ പറയുന്നത്, നാട്ടിൽ അങ്ങനെയൊന്നും ഡ്രൈവിംഗ് പോലും അറിയാതെ ഞാൻ പോയ വ്യക്തിയാണ്. അവിടെ ചെന്ന് ഡ്രൈവിംഗ് എടുക്കുവാനും ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് പോലും മാറും വിധം കൂടുതൽ മേൽഗതിയിലേക്ക് മകൻ ഇന്ന് സെയിൽസ്മാനായി ഉയർത്തപ്പെടുകയും ചെയ്തു. വളരെ ഷോർട്ട് ടൈമിലുള്ള സാക്ഷ്യ അനുഭവങ്ങളാണിത്. മകൻ പറയുന്നുണ്ട്, കഴിഞ്ഞൊരു 4 മാസം 5 മാസം കൊണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ കൊണ്ട് അമ്മ മാതാവ് നിരന്തരം എന്നെ നയിച്ചു കൊണ്ടിരുന്നു. എന്നെ തന്നെ അമ്മ പൊതിഞ്ഞു സൂക്ഷിക്കുകയും സ്നേഹിച്ച് പരിപാലിക്കുകയും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ ഉടമ്പടിയുടെ സാക്ഷിയാക്കിയെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ഒരു ഉറപ്പുള്ള സംരക്ഷണം നമുക്ക് തരുന്നുണ്ട്. അത് തകർന്നു പോകാതിരിക്കുവാനുള്ളതാണ്, മനസ്സിൻ്റെ സ്ഥൈര്യം നഷ്ടപ്പെടാതിരിക്കുവാനുള്ളതാണ്, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള സംരക്ഷണമാണ്. നാം ഉടമ്പടിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിച്ചു തുടങ്ങുമ്പോൾ ഉടമ്പടി തന്നെ നമുക്ക് വഴികൾ തെളിച്ചുകൊണ്ടിരിക്കും. മകൻ പറയുന്നുണ്ട്, ഞാൻ ചെന്നിടത്തൊക്കെയും എനിക്ക് അപ്രാപ്യമെന്ന് കരുതിയ ഇടങ്ങളിലൊക്കെയും അമ്മ എന്നെ കൈപിടിച്ച് നടത്തി എന്നെ സഹായിക്കുകയായിരുന്നുവെന്ന. മകൻ്റെ വാക്കുകളിൽ അമ്മയോടുള്ള സ്നേഹമേ ഉള്ളൂ. അസാധ്യമായത് നിസ്സാരമായി ദൈവം അനുഗ്രഹിച്ച് നൽകിയതിൻ്റെ നന്ദിയേ ഉള്ളൂ. മകന് ലഭിച്ചതുപോലെ നമ്മളെയും ഉടമ്പടി ഉയർത്തുവാൻ അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അക്രൈസ്തവ മകന് എത്ര കണ്ട് ദൈവസ്നേഹത്തോടു കൂടി ജീവിതം മാറ്റിമറിക്കുവാൻ ഉടമ്പടി സഹായിച്ചുവെന്ന് ഏറ്റുപറയുകയാണ്. നമുക്ക് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. നമുക്കത് ഉറപ്പുള്ള സംരക്ഷണം നൽകും. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.